കരുനാഗപ്പള്ളിയിൽ അമ്മയും മക്കളും തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ സാമ്പത്തികവും കുടുംബപരവുമായ പ്രശ്നങ്ങളെന്ന് സൂചന. കഴിഞ്ഞ ദിവസമാണ് കുലശേഖരപുരം കൊച്ചുമാമൂടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആദിനാട് സൗത്ത് സ്വദേശിനി താരാജി കൃഷ്ണനും മക്കളായ അനാമികയും ആത്മികയും തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പൊള്ളലേറ്റ 3 പേരെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വൈകിട്ടോടെയാണ് അമ്മ മരിച്ചത്. രാത്രിയോടെ 2 കുഞ്ഞുങ്ങളും മരിച്ചു. കരുനാഗപ്പള്ളിയിൽ അമ്മയും 2 മക്കളും തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ സാമ്പത്തികവും കുടുംബപരവുമായ പ്രശ്നങ്ങളാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് നിഗമനം. കുലശേഖരപുരം കൊച്ചുമാമൂടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആദിനാട് സൗത്ത് പുത്തൻ വീട്ടിൽ ഗിരീഷാനന്ദിന്റെ ഭാര്യ താരാജി കൃഷ്ണൻ, മക്കളായ അനാമിക, ആത്മിക എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. വീടിന് തീ പടരുന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. കിടപ്പുമുറിയുടെ വാതിൽ അടച്ചിട്ട നിലയിലായിരുന്നു. അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ജനൽച്ചില്ലുകൾ പൊട്ടിച്ച് വെള്ളമൊഴിച്ച് തീയണച്ചു. വിവരമറിഞ്ഞ് കരുനാഗപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി. അമ്മയും മക്കളും സാരമായി പൊള്ളലേറ്റ നിലയിലായിരുന്നു. ഉടൻ 3 പേരെയും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. വൈകിട്ടോടെയാണ് അമ്മ മരിച്ചത്. രാത്രിയോടെ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. താരാജി കൃഷ്ണന്റെ ഭർത്താവ് ഗിരീഷാനന്ദൻ വിദേശത്തായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ഗിരീഷ് നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നു. താരയുടെ അച്ഛൻ രാവിലെ മുതൽ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തുപോയ സമയത്തായിരുന്നു ആത്മഹത്യാ ശ്രമം. കിടപ്പുമുറിയിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.